ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമാകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് ഗ്ലോബലി സ്റ്റോക്ക് മാർക്കറ്റുകളെല്ലാം തന്നെ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റിലാണ്. അമേരിക്കൻ മാർക്കറ്റുകൾ ഇന്നൽ വീണ്ടും വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അമേരിക്കയിലെ കമ്പനികൾ ഒക്ടോബർ മാസത്തിലത്തെ ജോബ് കട്ട് അനൗൺസ് ചെയ്തിരുന്നു. 1,53,074 ജോബുകളാണ് കട്ട് ചെയ്തിട്ടുള്ളത്. 2003 ഒക്ടോബറിന് ശേഷമുള്ള ഹയസ്റ്റ് ഫിഗറാണ്. ഒക്ടോബർ മാസത്തിൽ 2,42,190 ജോബുകളൊക്കെ കട്ട് ചെയ്തിരുന്നു. ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ജോബ് മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള ജോബുകളാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രധാനപ്പെട്ട കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് ഇഷ്യൂസ് തന്നെയാണ്. AI മുഖാന്തരം ധാരാളം ജോബുകൾ ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ്. ഇത് പൊതുവെ ഗവൺമെൻറ്റുകളെ സംബന്ധിച്ച് വളരെ നെഗറ്റീവ് ന്യൂസാണ്. അൺഎംപ്ലോയ്മെൻറ്റ് കൂടിയേക്കാം, അതിൻ്റെ ഒരു ഇമ്പാക്റ്റൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു ഭീതിയിലാണ് ഇന്നലെ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്നലെ വീണ്ടും ഒരു സെൽ ഓഫ് കണ്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് S&P 500 വിക്സ് വീണ്ടും ഹയസ്റ്റ് ലെവലിലേക്ക് വന്നിരിക്കുകയാണ്. 19.5 ആണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതും വൊളാറ്റിലിറ്റി തന്നെയാണ്. ഇന്നലത്തെ ടെക് സെൽ ഓഫിൽ പിടിച്ചു തന്നിട്ടുള്ള വീണ്ടും ആൽഫബറ്റ്, ആപ്പിള്, മൈക്രോൺ ഈ സ്റ്റോക്കുകളാണ്. മറ്റെല്ലാ സ്റ്റോക്കുകളിലും നല്ല രീതിയിലുള്ള സെൽ ഓഫാണ് ഇന്നലെ കണ്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫിനെതിരായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ഒക്കെ സുപ്രീം കോടതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാണ് വെർഡിക്റ്റ് വരുന്നുള്ള കാര്യം കാത്തിരുന്ന് കാണണം. എന്നിരുന്നാലും ഇനീഷ്യൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആർഗ്യുമെൻറ്റുകളെല്ലാം തന്നെ ട്രംപിൻ്റെ താരിഫിന് എഗൻസ്റ്റ് ആണെന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു പോസിറ്റീവ് ഔട്ട്കം എക്സ്പെക്റ്റ് ചെയ്യാം. അങ്ങനെ വരികയാണെങ്കിൽ അത് അമേരിക്കൻ മാർക്കറ്റിലും അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റുകളിലൊക്കെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ മാർക്കറ്റുകളും ഇന്നലെ വീക്കായിരുന്നു. ഏഷ്യയിലെ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റുകൾ ഒഴികെ മറ്റെല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആയിരുന്നു. പക്ഷേ ഇന്ന് മോർണിംഗിൽ വീണ്ടും എല്ലാ മാർക്കറ്റുകളും വീക്കായിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇന്നലെ നല്ല വൊളാറ്റിലിറ്റി ആയിരുന്നു. ബെറ്ററായിട്ട് ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് മുന്നോട്ട് നീങ്ങിയിരുന്നു. അതിനുശേഷം ട്രേഡിംഗ് അവസാനിക്കുന്നതോടുകൂടി നല്ല സെല്ലിംഗ് പ്രഷറാണ് നമ്മുടെ മാർക്കറ്റിൽ കണ്ടത് ഇന്നലെ. ഇന്നും അത്തരത്തിലുള്ളൊരു സെൻറ്റിമെൻറ്റ് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. വീക്ക് ഓപ്പണിംഗ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇന്ന് ഗ്ലോബൽ മാർക്കറ്റുകളിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെയും ഗോൾഡ് പ്രൈസിലും സിൽവർ പ്രൈസിലും നല്ല രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഒക്കെ കണ്ടിരുന്നു. ഇന്ന് മോർണിംഗിലും അത്തരത്തിലുള്ള വൊളാറ്റിലിറ്റി തന്നെയാണ് ഗോൾഡ് പ്രൈസിലും കാണുന്നത്. എന്നിരുന്നാലും എല്ലാ അനലിസ്റ്റുകളും പറയുന്നത് ടെക്നിക്കൽ ലെവൽ സെൽ ഓഫ് ആണ്, മറിച്ച് മറ്റ് ഫണ്ടമെൻ്റൽസ് എല്ലാം പോസിറ്റീവാണ്. ഗോൾഡ് Q1 2026 വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഇട്ടെന്നാണ് മെജോറിറ്റി അനലിസ്റ്റുകളും പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഒക്ടോബർ മാസത്തെ ETF ഇൻഫ്ലോ സംബന്ധിച്ചുള്ള ഡാറ്റ വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ പുറത്ത് വന്നിട്ടുണ്ട്. ഒക്ടോബർ മാസത്തിൽ ടോട്ടൽ 54.9 ടൺ ആണ് ETF അക്യൂർ ചെയ്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ മാസങ്ങളായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ബിലോ ആണ് ഈ ഫിഗർ. അതേസമയം നോർത്ത് അമേരിക്ക 47.2 ടൺ അക്യൂർ ചെയ്തിട്ടുണ്ട്. ഏഷ്യ 0.3 ടൺസേ ഉള്ളൂ. അതേസമയം യൂറോപ്പ് 37.4 ടൺസ് സെല്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും യൂറോപ്പിലത്തെ സെല്ലിംഗ് ആണ് ETF ഇൻഫ്ലോയിൽ ചെറിയ കുറവ് വരുത്തിയിട്ടുള്ളത്. ഇപ്പോഴത്തെ ടോട്ടൽ ഗോൾഡ് ETF ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ 3,892.6 ടൺ ആണ്. അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ 1,968.5 ടൺ. സെക്കൻഡ് UK-യിലാണ് 613.1 ടൺ. പിന്നെ സ്വിറ്റ്സർലൻഡിലാണ് 359.6 ടൺ. ജർമ്മനിയിലാണ് പിന്നീട് നിൽക്കുന്നത് 322.5 ടൺ. ചൈനയിൽ 227.6 ടൺ. നമ്മൾ 6ാം സ്ഥാനത്താണ്. ഇന്ത്യയുടെ ടോട്ടൽ ETF ഹോൾഡിങ് 83.5 ടൺസ് ആണുള്ളത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഗോൾഡിൻ്റെ ട്രേഡിംഗ് ടേൺ ഓവർ പെർ ഡേ $561 ബില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. റെക്കോർഡാണ്. തീർച്ചയായിട്ടും ഒരുപക്ഷെ S&P 500 ഇൻഡെക്സിനേക്കാളൊക്കെ കൂടുതലാണ് ഇപ്പോൾ ഗോൾഡിൻ്റെ ഡെയിലി ട്രേഡിംഗ് ടേൺ ഓവർ വന്നിരിക്കുന്നത്. ഒപ്പം ETF ട്രേഡിംഗ് ടേൺ ഓവറും ബെറ്ററാണ്. ETF കളുടെ ടെന്നേജും കൂടുതൽ
കൂടുതലാണ്. അപ്പോൾ ഓവറോൾ ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പക്ഷേ ഗോൾഡ് ETF ഇൻഫ്ലോ നോക്കുകയാണെങ്കിൽ മന്ത് ടു മന്ത് നോക്കുകയാണെങ്കിൽ ഒക്ടോബറിൽ സ്ലൈറ്റ് ഡിക്രീസ് ഉണ്ട്. അതേസമയം ഒക്ടോബർ 3rd and 4th വീക്കിലാണ് കൂടുതൽ സെൽ ഓഫ് വന്നിട്ടുള്ളത്. ഒക്ടോബർ 4th വീക്കിൽ ലാസ്റ്റ് വീക്കിൽ നോർത്ത് അമേരിക്കയിലും ഗോൾഡ് ETF 8.1 ടൺ വിറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യൂറോപ്പിലും 14.9 ടൺ വിറ്റിട്ടുണ്ട്. ഒക്ടോബർ ലാസ്റ്റ് വീക്കിൽ ഏഷ്യയിൽ പക്ഷേ 0.9 ടൺസ് വാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഗോൾഡിനെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. എന്നിരുന്നാലും ഒരു ചെറിയ സെൽ ഓഫ് ഓരോ ഹയർ പ്രൈസിലും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സെൻട്രൽ ബാങ്കുകളുടെ ബൈയിങ് തന്നെയാണ് ഗോൾഡിൻ്റെ ട്രെൻഡ് ഡിക്റ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓൺഗോയിങ് ക്വാർട്ടർ, അതായത് ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തെ സെൻട്രൽ ബാങ്കുകളുടെ പർച്ചേസ് നമുക്ക് അറിയാൻ സാധിക്കുക ജനുവരി 1st വീക്കിനാണ്. അതിനു മുമ്പ് പല ന്യൂസ് ഫ്ലോസ് ഒക്കെ വന്നിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഗോൾഡിനെ സംബന്ധിച്ചും നമ്മളൊരു ചെറിയ വൊളാറ്റിലിറ്റി തന്നെയാണ് വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്നിരുന്നാലും ലോങ് ടൈം ട്രെൻഡ് പോസിറ്റീവ് തന്നെയാണ്. ഇനി മറ്റൊരു മേജർ ന്യൂസ് എന്ന് പറയുന്നത് ഈ മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിലും ഏറ്റവും സന്തോഷവാനായിട്ട് ഒരു പക്ഷേ ഇരിക്കുന്നത് എലോൺ മസ്ക് ആയിരിക്കാം. എലോൺ മസ്കിന് ടെസ്ല ഷെയർ ഹോൾഡേഴ്സിൻ്റെ റെസൊല്യൂഷൻ, എലോൺ മസ്കിന് $1 ട്രില്യൺ വർത്ത് സ്റ്റോക്കുകൾ നൽകാനുള്ള റെസൊല്യൂഷൻ ടെസ്ലയുടെ ഷെയർ ഹോൾഡേഴ്സ് ഇന്നലെ പാസ്സാക്കിയിരിക്കുകയാണ്. 75% ഷെയർ ഹോൾഡേഴ്സും ഇത്തരത്തിലുള്ള റെസൊല്യൂഷന് ഫേവറബിൾ ആയിട്ടാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ടെസ്ലയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇപ്പോൾ നിൽക്കുന്നത് $1.5 ട്രില്യൺ ആണ്. ടെസ്ലയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $2 ട്രില്യൺ ആവുക. അതോടൊപ്പം തന്നെ 20 മില്യൺ ഇലക്ട്രിക് വെഹിക്കിൾ ഡെലിവറി കൊടുക്കുക. ഇതാണ് ആദ്യത്തെ കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ $2.5 ട്രില്യൺ ആവുക ടെസ്ലയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. 10 മില്യൺ ആക്റ്റീവ് ഫുൾ സെൽഫ് ഡ്രൈവിംഗ് സബ്സ്ക്രിപ്ഷൻ നേടുക. അതോടൊപ്പം തന്നെ 3 ട്രില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അച്ചീവ് ചെയ്യുക. 1 മില്യൺ റോബോട്ടുകൾ ഡെലിവറി നടത്തുക. 3.5 ട്രില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അച്ചീവ് ചെയ്യുക. 1 മില്യൺ റോബോ ടാക്സി കമേഴ്ഷ്യൽ ഓപ്പറേഷനിൽ ഡെലിവറി ചെയ്യുക. അതോടൊപ്പം തന്നെ 4 ട്രില്യൺ അച്ചീവ് ചെയ്യുക. $50 ബില്യൺ അഡ്ജസ്റ്റഡ് എബിറ്റ പോസ്റ്റ് ചെയ്യുക. ഇവിടെ നിന്ന് അങ്ങോട്ട് എബിറ്റ ഇൻക്രീസ് മാത്രമേ പറയുന്നുള്ളൂ. 6.5 ട്രില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ടെസ്ല അച്ചീവ് ചെയ്യുക. $400 ബില്യൺ എബിറ്റ പോസ്റ്റ് ചെയ്യുക. അവിടെ നിന്ന് അങ്ങോട്ട് 2 ടാർഗറ്റ് കൂടിയുണ്ട്. 8.5 ട്രില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ടെസ്ല അച്ചീവ് ചെയ്യുക. 8.5 ട്രില്യൺ ടെസ്ല അച്ചീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ടെസ്ലയുടെ $1 ട്രില്യൺ വർത്ത് സ്റ്റോക്കുകൾ എലോൺ മസ്കിന് നൽകാനായിട്ട് ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ലോകത്തിലെ ആദ്യത്തെ ട്രില്യണയറായിട്ട് മാറുകയാണ് എലോൺ മസ്ക്. ഒരു പക്ഷേ 10 വർഷമൊക്കെ എടുത്തേക്കാം, അതിന് മുമ്പായേക്കാം. എന്നിരുന്നാലും ഒരു വ്യക്തിനെ സംബന്ധിച്ച് ലോകത്തിലെ ആദ്യത്തെ ട്രില്യണറായിട്ട് മാറുകയാണ്. 8.5 ട്രില്യൺ ടെസ്ലയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരികയാണെങ്കിൽ ഈ $1 ട്രില്യൺ അലോട്ട്മെൻ്റ് അടക്കം ടോട്ടൽ ഷെയർ ഹോൾഡിങ്ങിൻ്റെ വാല്യൂ വരുന്നത് $2.4 ട്രില്യൺ ആണ്. അതായത് ടെസ്ലയുടെ സ്റ്റോക്കിൽ, ടെസ്ല കമ്പനിയിൽ 25% എലോൺ മസ്ക് ഹോൾഡ് ചെയ്യുമ്പോൾ $2.4 ട്രില്യൺ വർത്ത് സ്റ്റോക്കുകൾ ഉണ്ടായിരിക്കും എലോൺ മസ്കിന്. അപ്പോൾ എലോൺ മസ്ക് ലോകത്തിലെ ആദ്യത്തെ ട്രില്യണറായിട്ട് മാറാനുള്ള സാധ്യതകളൊക്കെയുണ്ട്, പ്രൊവൈഡഡ് ദാറ്റ് ഈ ടാർഗറ്റുകളൊക്കെ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ. തീർച്ചയായിട്ടും ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ സന്തോഷത്തിനിട നൽകുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റൊക്കെ ടെസ്ല സ്റ്റോക്ക് പ്രൈസസിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $1.5 ട്രില്യൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഏകദേശം 6-7 ടൈംസ് ഇരട്ടിയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ എലോൺ മസ്ക് ഒരു ട്രില്യണയറായിട്ട് മാറുകയാണ്.
ഇതൊക്കെയാണ് ഇൻ്റർനാഷണൽ ന്യൂസ് ഫ്ലോസ്. ഇനി നമ്മളെ സംബന്ധിച്ച് ഡൊമസ്റ്റിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ പുറത്തു വന്നിട്ടുള്ള Q2 റിസൾട്ടുകൾ മെജോറിറ്റി സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. വളരെ കുറവ് കമ്പനികളാണ് ബെറ്റർ Q2 റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ളൂ. LIC, ലിൻഡെ ഇന്ത്യ, RT ഇൻഡസ്ട്രീസ്, പ്രിക്കോൾ, അപ്പോളോ ഹോസ്പിറ്റൽസ്, സാത്വിക് ഗ്രീൻ, അലീവറസ് ലൈഫ്, അതുപോലെ തന്നെ ക്യുമിൻസ്, DIM ക്യാപിറ്റൽ, സായ് ലൈഫാണ് എക്സലൻറ്റ് Q2 റിസൾട്ട് എന്നല്ല പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബജാജ് ഫിനാൻസും ഹൗസിംഗ് ഫിനാൻസും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ് Q2 റിസൾട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റ് റിസൾട്ടുകളെല്ലാം തന്നെ സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതിൻ്റെ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റും നമുക്ക് ഇന്ന് മാർക്കറ്റിൽ കാണാം. ഇന്ന് ധാരാളം Q2 റിസൾട്ടുകൾ വരുന്നുണ്ട്. ട്രെൻഡ്, ഹിൻഡാൽകോ, PFC, അസ്ട്രാസെനക്ക, ബജാജ് ഓട്ടോ, ചോളമണ്ഡലം ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ്, ഡിവിസ് ലാബ്, കല്യാൺ ജുവലേഴ്സ്, കിംസ്, കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, നാഷണൽ അലൂമിനിയം, സ്നെയ്ഡർ ഇലക്ട്രിക്, ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതോടൊപ്പം തന്നെ ശ്യാം മെറ്റാലിക്സ്, ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ ഇന്ന് Q2 റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇതാണ് മേജർ കമ്പനികൾ. ഇതിന് പുറമെ ധാരാളം കമ്പനികൾ കൂടി Q2 റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇന്നലെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഓർക്കല ഇന്ത്യയിലെ നിപ്പൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട് 62.22 ലക്ഷം ഷെയറുകൾ വാങ്ങിയിട്ടുണ്ട്. 737.96 രൂപ പെർ ഷെയറാണ്. പോളി മെഡിക്യൂർ നെതർലാൻഡ് ബേസ്ഡ് ഒരു കമ്പനീനെ അക്വയർ ചെയ്യാണ്. അതോടൊപ്പം തന്നെ വെൽസ്പൻ എൻ്റർപ്രൈസിന് 3145 കോടി രൂപയുടെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് മഹാരാഷ്ട്രയിൽ നിന്ന് ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഇൻഫോസിസ് റെക്കോർഡ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ബൈബാക്കിനുള്ളത് നവംബർ 14 1800 രൂപ പെർ ഷെയറാണ്. ടോട്ടൽ 18,000 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കാണ് ബൈബാക്ക് ചെയ്യുന്നത്. പ്രൊമോട്ടേഴ്സ് ബിഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ റീറ്റെയിൽ പോർഷൻ കൂടുതൽ എടുക്കാനുള്ള സാധ്യതകളുണ്ട്. നവംബർ 14 ആരുടെ പേരിലാണോ ഷെയർ ഉള്ളത് ബുക്കിൽ അവർക്ക് ഇതിൽ അലോട്ട്മെൻറ്റ് ലഭിക്കും. ബൈബാക്കിന് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അഡാനി എൻ്റർപ്രൈസസ് 25,000 കോടി രൂപയുടെ റൈറ്റ്സ് ഇഷ്യൂ പ്ലാൻ ചെയ്യുന്നുണ്ട്. നവംബർ 11 ബോർഡ് മീറ്റിംഗ് വരുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ IPO മാർക്കറ്റിലത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഡേ ഗ്രോ IPO 1.64 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. ഇന്ന് പൈൻ ലാബ്സിൻ്റെ IPO വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ IPOs നോക്കുകയാണെങ്കിൽ ഓവറോൾ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഹയസ്റ്റ് PE-യിലാണ് IPO വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അപ്രീസിയേഷൻ വലിയ രീതിയിൽ ലഭിക്കാനുള്ള ചാൻസസ് കുറവാണ്. എന്നിരുന്നാലും റിസ്ക് എടുത്ത് അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് IPOസിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ NSE അല്ലെങ്കിൽ BSE SMEയിലായാലും മെയിൻ ബോർഡിലായാലും ഹൈ PE-യിലാണ് IPOs വരുന്നത്. അപ്പോൾ ഒന്ന് കോഷൻ അപ്ലൈ ചെയ്യേണ്ടത് ആവശ്യമാണ്. റിലയൻസ് ജിയോയുടെ വാല്യുവേഷൻ ഓൾമോസ്റ്റ് $170 ബില്യൺ ഉണ്ടായിരിക്കുന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. IPO വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് റിലയൻസിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒരു അപ്രീസിയേഷനൊക്കെ റിലയൻസ് സ്റ്റോക്ക് പ്രൈസിലുണ്ടായേക്കാം. അതോടൊപ്പം തന്നെ റിലയൻസ് ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് ഡീമർജർ ഒന്നും ലഭിക്കുന്നില്ല. മറിച്ച് ഹോൾഡിംഗ് കമ്പനി എന്നുള്ള നിലയ്ക്കുള്ള ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് റിലയൻസിന് ലഭിക്കാൻ പോകുന്നത്. മോർഗൻ സ്റ്റാൻലി ഇൻഡെക്സ് റീഷഫിൾ ഇന്ത്യയിൽ നിന്നുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റുള്ള സ്റ്റോക്കുകൾ PTM, അതുപോലെ തന്നെ ഫോർട്ടിസ് ഹെൽത്ത് കെയർ, GE വെർണോവ, TND, സീമെൻസ് എനർജി, അപ്പോളോ ഹോസ്പിറ്റൽസ്, ഏഷ്യൻ പെയിൻറ്റ്സ്, ലുപ്പിൻ, SRF ഈ കമ്പനികളൊക്കെയാണ് ഇന്നലെ അനൗൺസ്മെൻറ്റ് വന്നത്. മൈനർ ഇമ്പാക്റ്റൊക്കെ ഇന്നലെ ഈ സ്റ്റോക്കുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ IPOയിൽ അലോട്ട്മെൻറ്റിൽ സെബിയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. ആങ്കർ ബുക്കിൽ ടോട്ടൽ 40% ഇൻക്രീസ് ചെയ്യാൻ പോവുകയാണ്. അതിൽ 33% മ്യൂച്വൽ ഫണ്ടുകൾക്കും ഇൻഷുറൻസ് കമ്പനികൾക്കും കൂടി, ബാലൻസ് 7% പെൻഷൻ ഫണ്ടുകൾക്കാണ് നീക്കി വയ്ക്കാൻ പോകുന്നത്. ധാരാളം പുതിയ മെഷേഴ്സൊക്കെ സെബി അനൗൺസ് ചെയ്യാൻ പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ IPO പ്രോസസ്സ് സിംപ്ലിഫൈ ചെയ്യാൻ പോകുന്നുണ്ട്. മറ്റൊരു ന്യൂസ്, വേദാന്ത തമിഴ്നാട് ഗവൺമെൻറ്റായിട്ടൊരു അഗ്രിമെൻറ്റിൽ എത്തിയിട്ടുണ്ട്. പവർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ്. 5 വർഷത്തെ അഗ്രിമെൻ്റാണ്. 500 മെഗാവാട്ടാണ് സപ്ലൈ ചെയ്യാൻ പോകുന്നത്. 5.38 പെർ kWh. തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് ന്യൂസാണ് വേദാന്തനെ സംബന്ധിച്ച്. ഒരു പക്ഷേ ഇത്തരത്തിലുള്ള തമിഴ്നാട് ഗവൺമെൻറ് ആയിട്ടുള്ള അലയൻസുകളൊക്കെ ഭാവിയിൽ തൂത്തുക്കുടിയിലുള്ള സ്റ്റെർലൈറ്റ് കോപ്പർ റീഓപ്പൺ ചെയ്യാനായിട്ട് സഹായിക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. തീർച്ചയായും
തീർച്ചയായിട്ടും തൂത്തുക്കുടിയിലെ കോപ്പർ പ്ലാന്റ് ഗ്രീൻ കോപ്പർ ആയിട്ടാണ് ഇപ്പോൾ റീനെയിം ചെയ്യാൻ പോകുന്നത്. ഒരുപക്ഷെ വേദാന്തയ്ക്ക് അതിൻ്റെ അപ്രൂവൽ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. അതോടൊപ്പം തന്നെ US ടാരിഫ് ഇമ്പോസിഷൻ വന്നതിന് ശേഷം ഇന്ത്യയിൽ നിന്നുള്ള സോളാർ മോഡ്യൂൾസ് എക്സ്പോർട്സ് ഒക്കെ കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കമ്പനികൾക്ക്, ഇത്തരത്തിൽ സോളാർ മോഡ്യൂൾസ് ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലുള്ള മോഡ്യൂൾസ് സെല് ചെയ്യേണ്ട ആവശ്യം വന്നിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യയിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ നോക്കുകയാണെങ്കിൽ എക്സസ് സപ്ലൈ ആണ് വരുന്നത്. 2027 ആകുമ്പോഴേക്കും സപ്ലൈ വീണ്ടും കൂടുന്നാണ് പറയുന്നത്. അതിനനുസരിച്ച് ഡിമാൻഡ് ഇന്ത്യയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സ്മോൾ സ്കെയിൽ കമ്പനികൾ, അതായത് സ്മോൾ കമ്പനികൾ ഇത്തരത്തിൽ സോളാർ മോഡ്യൂൾസ് ഉണ്ടാക്കുന്ന കമ്പനികളെ സംബന്ധിച്ച് പ്രോഫിറ്റബിലിറ്റിയിൽ കുറവുണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. എങ്ങനെ വരികയാണെങ്കിൽ ഒരു കൺസോൾട്ടേഷനൊക്കെ ഈ സെക്ടറിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു വാർണിംഗ് സിഗ്നലാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഡിസിഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് എടുക്കേണ്ടതാണ്. ചെറിയ സോളാർ മോഡ്യൂൾ പ്രൊഡ്യൂസേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നല്ല പ്രോഫിറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന കാര്യമൊക്കെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. നമ്മൾ ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും വീക്ക് ഓപ്പണിംഗ് തന്നെയാണ്. അതോടൊപ്പം തന്നെ നവംബർ 14 ബീഹാർ ഇലക്ഷൻ റിസൾട്ട് വരുന്നത്. തീർച്ചയായിട്ടും ഈ റിസൾട്ടിനും മാർക്കറ്റിൽ അതിൻ്റേതായ ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. ഒപ്പം Q2 റിസൾട്ടുകൾ, ഇനി പുറത്തു വരാനുള്ള റിസൾട്ടുകൾ, അതോടൊപ്പം തന്നെ ഗോൾഡ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ്, ഗോൾഡിൻ്റെ കാര്യത്തിലും ഒരു വളാട്ടിലിട്ടൊക്കെ ഉണ്ടാക്കിയേക്കാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.